ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ കാവ്യസന്ധിയിൽ എഴുത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എഴുത്തുകാരന്റെ സാമൂഹിക പ്രതികരണത്തെക്കുറിച്ചും നിലപാട് പറയുകയായിരുന്നു റഫീഖ് അഹമ്മദും പി രാമചന്ദ്രനും. കേരയിൽ കവിതയും ഇടുങ്ങിയ ആകാശവും പൊല്ലാപ്പുണ്ടാക്കാൻ കാരണം പറഞ്ഞത് മനസ്സിലാകാത്തതിനാലാണെന്ന് റഫീഖ് അഹമ്മദ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഈ വിഭാഗീയത ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് അത്തരം കാര്യങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് എഴുത്തുകാരുടെ നിന്ന് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ അവരെ നിശബ്ദരാണെന്നോ അവരൊന്നും പറയുന്നില്ല എന്നോ എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാവുന്നില്ല. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതോ അതിനൊന്നും ആഴത്തിലൊന്നും ആളുകൾക്ക് പോകാനുള്ള താല്പര്യമില്ല, അതിനുള്ള ഒരു മനസ്സില്ല അതില്. അതുകൊണ്ട് ഇപ്പോൾ ഇടുങ്ങിയ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ മേപ്പെട്ടേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുന്നില്ല, നമ്മുടെ മനസ്സുകൾ ഇടുങ്ങിപ്പോയതിനെ പറ്റിയിട്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയവും വിമർശനങ്ങളും ഇന്ത്യയിൽ സർഗാത്മക ചിന്തകളെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പി രാമചന്ദ്രന്റെയും അഭിപ്രായം. കേരളത്തിലാണ് താരതമ്യേന ഭേദം. സ്വതന്ത്രമായിട്ടും നിർഭയമായിട്ടും ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭയം നമ്മൾ ആവിഷ്കാരത്തെ മൊത്തം സർഗാത്മകതയെ ബാധിക്കുന്നതാണ്. മഴയോടും മണ്ണിനോടും ഉള്ളിലേക്കെടുക്കുന്ന പ്രാണവായുവിനോടുമുള്ള സ്നേഹവും റഫീഖ് അഹമ്മദ് പങ്കുവച്ചു. ഇത്രയും കാലം പുസ്തകോത്സവത്തിന് വരാതിരുന്നത് വിമാനത്തിൽ കയറാനുള്ള പേടി കൊണ്ടാണെന്നും റഫീഖ് അഹമ്മദ്. ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അകാരണമായ, എനിക്ക് കാരണമുള്ള മറ്റുള്ളവർക്ക് അകാരണമായിട്ട് തോന്നുന്ന ഒരു ഭയം ഉണ്ട്. കാരണം ഈ ഭൂമി വിട്ട് ഈ സാധനങ്ങൾ പൊങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ ഈ ദുനിയാവിൻ്റെ ഏത് ബ്രഹ്മാണ്ടത്തിൻ്റെ എവിടെയോ ഏതോ ഒരു അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ആദ്യം എനിക്ക് വരും. ഷാബു കിളിത്തട്ടിൽ പരിപാടിയിൽ മോഡറേറ്റർ ആയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഷാർജ.